ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഹെൽത്ത് ഡ്രിങ്ക് മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പാലിലൊക്കെ കലക്കി കൊടുക്കാനോ വെറുതെ വായിലിട്ട് കൊടുക്കാനോ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ അമ്മമാർക്കും ഒക്കെ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്തതെന്ന് നോക്കാം. ഇവിടെ ഒരു അര കപ്പ് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അര കപ്പ് കാഷ്യൂനട്ട്സ് എടുക്കുന്നുണ്ട്, അതും ഡ്രൈ റോസ്റ്റ് ചെയ്ത് എല്ലാം ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്, എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ 1/4 കപ്പ് വാൾനട്ട്സും 1/2 കപ്പ് ഫോക്സ് സീഡ്സ്. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വരണം. പിന്നെ വേണ്ടത് അര കപ്പ് ഓട്സ് ആണ്, അതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ പിസ്ത എടുക്കുന്നുണ്ട്. പിന്നെ അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ്സും അര ടേബിൾ സ്പൂൺ പംകിൻ സീഡ്സും എടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൂളാവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതൊക്കെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മിക്സി ജാറിൽ നനവൊന്നും ഇല്ലാതെ, നമ്മൾ എടുക്കുന്ന പാത്രത്തിലും നനവൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്ത് നല്ല തുടച്ച് വെള്ളമയം ഒന്നും ഇല്ലാണ്ട് സൂക്ഷിച്ച് എടുക്കണം. ഇത് നമ്മൾ പൾസ് മോഡിൽ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കുഴഞ്ഞ് ആ ഓയിൽ റിലീസ് ആകുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. സോ പൗഡറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ പൾസ് മോഡിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിയുമ്പോൾ വലിയ തരികൾ നമ്മൾ വേറെ പാത്രത്തിലാക്കി അത് വേറെ വല്ല പർപ്പസിന് യൂസ് ചെയ്യാം. നമുക്കിവിടെ വേണ്ടത് ഈ ഫൈനായിട്ടുള്ള പൗഡറാണ്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറോ അതിലും കൂടുതൽ ചോക്ലേറ്റി ആണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഒരു അര കപ്പ് ശർക്കരപ്പൊടി, അതിലും കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് മിക്സ് ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന പോലെ അത്രയും പൊടിയായിട്ട് വരില്ല. അതുകൊണ്ട് നമ്മൾ പാലൊക്കെ തിളപ്പിക്കുമ്പോഴത്തേക്ക് തിളച്ച് വരുന്ന ആ ടൈമിൽ ഇട്ടിട്ട് കുറച്ച് നേരം അതിൽ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അതിലേക്ക് ഇറങ്ങിക്കോളും. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.